മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തു. നിന്നകൃത്യം പരലൊക്കെയും പോക്കി, തിണ്ണമായ രോഗങ്ങൾ നീക്കി നന്നാക്കി, തിണ്ണമായ രോഗങ്ങൾ നീക്കി നന്നാക്കി. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ജോയി പൗലോസ് ആസാം. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയ്സ് ശ്രവിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. കോവിഡ് രോഗത്തിൻ്റെ ഭീതിയിൽ ആയിരിക്കുന്ന നമുക്ക് നമ്മുടെ ഭവനങ്ങളിലിരുന്നും ചില സ്ഥലങ്ങളിൽ സ്ഥലസഭകളിലും ആരാധിക്കുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ മാത്രമല്ല, ഈ മാരകമായ രോഗത്തിൽ നിന്ന് തൻ്റെ മക്കളായ നമ്മെ ഓരോരുത്തരെയും വിടുവിച്ച കർത്താവിനെ ആഴ്ചപ്പെടുത്തുന്ന ഒന്നാം ദിവസം ആത്മാവിനും സത്യത്തിലും കർത്താവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ആരാധിക്കുന്ന ദൈവമക്കളായി നമുക്ക് ആരാധനാത്മകമായ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പിലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ. കർത്താവിനെ പിലാത്തോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയതുപോലെയല്ല പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അവനെ കണ്ടാൽ ആളല്ല തോന്നുമാറ് വിരൂപമായിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തി, ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. കർത്താവ് എന്നെയും നമ്മെ ഓരോരുത്തരുടെയും പകരക്കാരനായി ആ മനുഷ്യനിതാ എന്ന് പിലാത്തോസ് പറയുന്ന അവസ്ഥയിലേക്ക് ആയിരിക്കുന്നു. പിലാത്തോസിന് മുമ്പാകെ നിൽക്കുന്ന കർത്താവിനെ കാണാം. കൊലോസ്യ ലേഖനം 1:21-22 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കന്മാരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഇവിടെ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 4-ാം വാക്യം ആദ്യ ഭാഗത്ത് പിലാത്തോസ് പറയുന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നാം മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു, നാം ശത്രുക്കളായിരുന്നു. ആ നമ്മെ മിത്രങ്ങളാക്കുവാൻ നിഷ്കളങ്കന്മാർ അല്ലാതിരുന്ന നമ്മെ നിഷ്കളങ്ക മക്കളാക്കി തീർക്കുവാൻ വേണ്ടി വിശുദ്ധന്മാർ അല്ലാതിരുന്ന നമ്മെ വിശുദ്ധന്മാരാക്കി തീർക്കുവാൻ വിശുദ്ധനായ കർത്താവ് നമ്മെ സ്നേഹിച്ചു. കുറ്റക്കാരായ നമ്മെ നമ്മുടെ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് തരുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് താൻ വിരൂപനായി തീർന്നു. അതുകൊണ്ട് പിലാത്തോസ് പറയുകയാണ്, ആ മനുഷ്യനിതാ. നമ്മുടെ കർത്താവ് എത്രയോ വലിയവനായിരുന്നു. പ്രിയ ദൈവജനമേ, പ്രിയ ദൈവമക്കളെ, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർക്കാർക്കും കാണുവാൻ കഴിയാത്തവനുമായവൻ സകല മഹത്വവും മാറ്റിവെച്ച് നമ്മെ പ്രതി കേവലം ഒരു മനുഷ്യനായി ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിനെ പിലാത്തോസിൻ്റെ മുമ്പാകെ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന സ്നേഹവാനായ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ കാണാം. ആ മനുഷ്യനിതാ. പിലാത്തോസ് പറയുകയാണ്, തലയിൽ മുൾക്കിരീടം അടിക്കപ്പെട്ടവനായ, കൈകാലുകളിൽ ആണികൾ അടിക്കപ്പെട്ട് പടയാളി വിലാപുറം കുത്തി തുറന്നു, 2 കള്ളന്മാരുടെ നടുവിൽ മറ്റൊരു കള്ളനെ പോലെ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നമുക്ക് ആത്മീക കണ്ണുകളാൽ ദർശിക്കാം. നമ്മുടെ കർത്താവ് 3-ാം ദിവസം മരണത്തെ ജയിച്ച്
ജയാളിയായി രാജാതിരാജാവായി വാഴുന്നു. നമ്മുടെ ശത്രുത മാറ്റി മിത്രമാക്കി മക്കളാക്കി നമ്മെ നിഷ്കളങ്കന്മാരല്ലാതിരുന്ന നിഷ്കളങ്ക മക്കളാക്കി തീർത്ത വിശുദ്ധന്മാരല്ലാതിരുന്ന നമ്മെ വിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധന്മാരാക്കി. കുറ്റക്കാരായിരുന്ന നമ്മെ എന്നേക്കുമായി കുറ്റമുക്തരാക്കി തീർത്തു. വീണ്ടും വരാമെന്ന് വാഗ്ദത്തം നൽകി വീടൊരുക്കുവാൻ പോയ സ്നേഹവാനായ കർത്താവിനെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു. നമ്മുടെ കർത്താവ് ശക്തിധനം ജ്ഞാനം ബലം ബഹുമാനം മഹത്വം സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആരാധനയിൽ ഒടുവിലത്തെ അർപ്പണമാണ് സ്തോത്രം. എന്നാൽ ഈ സ്തോത്രം മാത്രമായി നമ്മുടെ ആരാധന ചുരുങ്ങിപ്പോകാതെ കേവലം ജൽപ്പനമല്ല, ആരാധന അത് സമ്പൂർണ്ണ സമർപ്പണമാണ്. ചെലവ് കൂടാതെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ലെന്ന് ഓർക്കണം. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന നന്ദിയുടെ ബാഹ്യാരാധനയാണ് സ്തോത്രം. ആ മനുഷ്യനിതാ ആരാധനയ്ക്ക് യോഗ്യനായവൻ ചോദിക്കുന്നതെല്ലാം അല്ല, അർഹിക്കുന്നതൊക്കെ കൊടുത്ത് സ്നേഹവാനായ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരും. നമ്മുടെ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ വലിയ പ്രത്യാശയോടും സന്തോഷത്തോടും കൂടി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വ്യക്തിപരമായും കുടുംബമായും സഭയായും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയർന്നു സ്തുതി സ്തോത്രയാങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപങ്ങളിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിച്ച് ആരാധിക്കാം. ഈ വചനങ്ങളാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.